മഞ്ജു ചേച്ചി. ഹായ് ഗായത്രി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഹായ് പാർവതി. ചേച്ചി എന്താ പറഞ്ഞേ? ഗായത്രി. കൊറേ ഒന്ന് തപ്പി നോക്കി, കൊറേ പേർക്കൊന്നും ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് കൊറേ പേരൊന്ന് സ്റ്റക്കായി. മഞ്ജു ചേച്ചി ട്രെയിലറിൽ ഇങ്ങനെ നിൽക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ചോദ്യം ചോദിച്ചത് എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം എല്ലാവരും ആദ്യം രജനീകാന്ത് സാറിന്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പൊതുവെ ചോദിക്കുക. മഞ്ജു ചേച്ചി കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം വിചാരിച്ചതാ. ഫുഡ് അണ്ടർ സാബു ചേർന്നായിട്ട് അയ്യോ ചേട്ടാ, ചേട്ടൻ്റെ കുമ്പളങ്ങി നൈറ്റ്സ്, മായാനദി, വൈറസ്, അപ്പം ഇങ്ങനത്തെ സിനിമകളൊക്കെ എഡിറ്റ് ചെയ്ത ചേട്ടൻ സ്വന്തം സിനിമ എഡിറ്റ് ചെയ്യുന്ന എന്തായിരുന്നു അവസ്ഥ? ഇവിടെ തമിഴ് കഥ പറയുമ്പോൾ ഇവിടെ കുറെ ഹിന്ദി കഥ പറയാനുണ്ടാവുമായിരിക്കും. ഇപ്പൊ കങ്കണയുടെ കൂടെ വരാൻ പോകുന്നു, വലിയ വലിയ ടീംസിന്റെ കൂടെ ഒക്കെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കാലം മാറിയപ്പോൾ എനിക്കും പ്രായമായി. അപ്പോൾ ഇപ്പോൾ കോളേജ് കുമാരനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങി. വയസ്സായി, വീടിനും വയസ്സായി. നിങ്ങൾ അങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോയപ്പോഴാണോ മഞ്ജു ചേച്ചിയെ കിട്ടിയത്? ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ. ഇതാണോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ ചേച്ചി? അങ്ങോട്ട് ഷൂട്ടിന്റെ ലൊക്കേഷനിൽ ബൈക്കൊക്കെ കൊണ്ടുപോയിരുന്നു ഞാൻ. ആണോ? ആർക്കേലും കൊടുത്തോ ഓടിക്കാൻ? അല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ചിലപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഇതിനാണ് 18+ എന്ന് പറഞ്ഞു. ചിലപ്പോ നമുക്ക് കേൾക്കാം. എന്നായിരിക്കും ഞങ്ങളെ വിട്ട് പോവല്ലേ മഞ്ജു ചേച്ചി? അയ്യോ എന്നെ പറഞ്ഞേക്കല്ലേ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ഞാനൊരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും കേൾക്കാത്തൊരു ടേമാണ് ഫൗണ്ട് ഫുട്ടേജ്. അപ്പോൾ എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ പോവാണ്. ആൻഡ് ദ മൂവി നെയിം ഈസ് ഫുട്ടേജ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ടീം എല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദ ഡയറക്ടർ സൈജു ശ്രീധരൻ, ദ റൈറ്റർ ഷബ്ന മുഹമ്മദ്, ആൻഡ് സൈജുവിനും കൂടെ ഉണ്ട് കേട്ടോ റൈറ്റിംഗിൽ. ഓക്കെ, ആൻഡ് ദ ആക്ടേഴ്സ് ഗായത്രി, വിശാഖ് ആൻഡ് മഞ്ജു ചേച്ചി. ഹായ് ഗായത്രി. ഐ എം സോ ഹാപ്പി. ഹായ് പാർവതി. ചേച്ചി എന്താ പറഞ്ഞേ? ഗായത്രി. സാരില്ല, കുഴപ്പമില്ല. ഓക്കെ, ആദ്യം തന്നെ എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചോട്ടെ. കാരണം കുഞ്ഞാൾ തൊട്ടേ ഭയങ്കര ഫാനാണ് മഞ്ജു ചേച്ചിയുടെ. ഇതുവരെ നേരിട്ട് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയെ കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ ഫസ്റ്റ് എനിക്ക് ചേച്ചി ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാർവതിയുടെ പുതിയ ചാനലാണെന്ന് അറിഞ്ഞു. ഹാപ്പി ഫ്രെയിംസ്, എല്ലാവിധ ആശംസകളും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് പാർവതി. താങ്ക് യു. യെസ്, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയാം. ബിക്കോസ് ഒരു സിനിമ, ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം ഒരു സിനിമ റിലീസാവാൻ പോവാണ്. ആൻഡ് കുറേ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സിനിമ. ബിക്കോസ് 18+ ആണ്. ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു സിനിമ ആയിരിക്കണം എന്നില്ല, ഒബ്വിയസ്ലി അല്ല. അപ്പോൾ എനിക്ക് ആദ്യം സൈജേട്ടനോടാണ് ചോദ്യം. ഈ ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ള വേർഡ് ഇങ്ങനെ കുറേ കേട്ടു. ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കുറേ ഒന്ന് തപ്പി നോക്കി, കുറേ പേർക്കൊന്നും ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊന്ന് സ്റ്റക്കായി. ചിലവരൊന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ കുറേ നമ്മൾ നോർമലി ക്യാമറ എടുക്കുന്ന വിഷ്വൽസൊക്കെ പോലെ എടുക്കുന്ന സിനിമയാണെന്നൊക്കെ. സോ കുറേ പേർക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വാട്ട് ഈസ് ഫൗണ്ട് ഫുട്ടേജ്, ആ കാറ്റഗറിയിൽ വരുന്ന സിനിമകളെ കുറിച്ചൊന്ന് പറയാമോ? ഫൗണ്ട് ഫുട്ടേജ് ഇപ്പം പാർവതിയുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടെന്നായിരിക്കും. പാർവതി ഷൂട്ട് ചെയ്യുന്ന അത് ഇന്ന് മുതലൊരു 5 ദിവസത്തേക്ക് അതിലുള്ള കണ്ടൻ്റ് എല്ലാം കൂടെ നമ്മളൊരു ടൈം ലൈനിൽ വെച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഒരു ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെന്തായിരുന്നു, ഇത്തരം സിനിമകൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ബ്ലെയർ വിച്ച് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പാരനോർമൽ ആക്ടിവിറ്റി, അതിൻ്റെ പിന്നെ ക്ലവർഫീൽഡ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ടൈറ്റിൽസ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഏരിയ 51 അല്ലെങ്കിൽ പാരനോർമൽ ആക്ടിവിറ്റി, ദ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ്, ഈ സിനിമകളൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചേട്ടൻ്റെ ക്യാപ്ഷനിൽ നിന്നൊക്കെ ഞാൻ ഈ പേരുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ജസ്റ്റ് റെഫറൻസ് നോക്കി എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൂട്ടേജ് എന്ന് പറഞ്ഞ മൂവി ശരിക്കും ഏത് ജോണറിലാണ് വരുന്നത്? അത് കൂടുതലും ഇത്തരം സിനിമകൾ എപ്പോഴും ത്രില്ലറോ ഹൊററോ അല്ലെങ്കിൽ ഭയങ്കര ഗോർ അങ്ങനത്തെയൊക്കെ സിനിമകളായിരിക്കും. നമ്മൾ പക്ഷേ ഈ നമ്മുടെ നാട്ടിലത്തെ നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങൾ കോർത്തിണക്കിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഹൊററൊന്നും അല്ല.
ആരും പേടിക്കണ്ട. ഓക്കെ, മഞ്ജു ചേച്ചി ഒരു 18+ മൂവി ആണെന്ന് ഞാൻ പറഞ്ഞു. മഞ്ജു ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒരു ഫാമിലി തന്നെ, എല്ലാ കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ട് മഞ്ജു ചേച്ചിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ചേച്ചിയുടെ തമിഴ് മൂവീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ഡ്രാമ കൈൻഡ് ഓഫ് മൂവീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റൽ മൂവി എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇതിൻ്റെ ഒരു തോട്ടിൽ തന്നെ ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു സിനിമ ആ രീതിയിലൊരു സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു കൗതുകം ആണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈജുവും ഷെബുവും കൂടി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ പുതിയ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഗ്രഹിക്കുന്ന അതേപോലെ എന്നുള്ളതല്ല, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് അങ്ങനെ ഒരു ഫ്ലേവർ ഈ കഥാപാത്രത്തിനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ലൊരു ഒരു ഫ്രഷ് ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഇങ്ങനെ ചിന്തിക്കുന്ന എക്സ്പെരിമെൻ്റലായിട്ട് ചിന്തിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു അവസരമാണല്ലോ. അതെ, 18+ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് 18+ എന്നുള്ളത് സിനിമ ഇവർക്കായിരിക്കും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുക. അത് പ്രേക്ഷകരെ മുൻകൂട്ടി അറിയിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് 18+ എന്നുള്ള ഒരു ടാഗ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 18+ എന്നുള്ളൊരു മൂവി എന്തുകൊണ്ടാണെന്ന് ഓഡിയൻസിന് ഇപ്പം പറഞ്ഞില്ല, 5 ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഓരോരുത്തരാണെങ്കിലും നമ്മളൊരു സംഭവം നമ്മൾ എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ 18+ ആയ പല കാര്യങ്ങളും വരുന്നുണ്ടാവില്ലേ? ഓക്കെ, ഒരാള് ഇപ്പം മാളിൽ വന്നു, കുറേ ആൾക്കാർ അതൊക്കെ എടുത്തു, വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സെൽഫി അതുപോലെ എന്തെങ്കിലും എടുക്കും, ലവറിനോട് കൂടുമ്പോൾ അവർ തമ്മിലെടുക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ അതിനകത്ത് ആ ഫോണിനുള്ളിൽ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ആ മനുഷ്യൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നോ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആക്സിഡൻ്റലി ചിലപ്പോൾ പെട്ടെന്നൊരു ക്ലിപ്പ് വരാം, മീൻസ് എന്തെങ്കിലും ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാം, എന്തും ആവാമല്ലോ. അതുകൊണ്ട് പക്ഷേ ചേട്ടനൊരു ടെൻഷൻ ഉണ്ടോ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ? ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഡിയൻസ് കയറി കാണണം എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും? ഇല്ല, കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ആകുമ്പോഴേക്കും ആളുകൾ കാണാൻ കുറയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ എല്ലാതരം കണ്ടന്റും നമ്മുടെ മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് എല്ലാ OTT പ്ലാറ്റ്ഫോംസിലും എല്ലാത്തരം കണ്ടന്റുകൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു പുതുമയൊന്നും ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഇതിനാണ് 18+ എന്ന് പറഞ്ഞതെന്ന് ഇന്ന് വരെ ചിലപ്പോൾ നമുക്ക് കേൾക്കാം. പക്ഷെ ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വിശാഖും ഗായത്രിയും 2 വീഡിയോ വ്ളോഗേഴ്സായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ ക്യാമറയിൽ പതിയുന്ന ഫുട്ടേജ് അതെന്താണെന്നുള്ളത് അവരുടെ ക്യാമറയിലെ ഫുട്ടേജ് കണ്ടാൽ തന്നെ അറിയുള്ളൂ. വ്ളോഗേഴ്സിന് ഇൻട്രോ ഒക്കെ ഉണ്ടോ? ഹലോ ഗൈസ് ആ സാധനമൊക്കെ ഉണ്ടാ? അതില്ലാണ്ട് എങ്ങനെ എന്താ പറയുന്നത് നിങ്ങള്? അത് പറയാൻ പറ്റുമോ? ഹലോ ഗൈസ്, ഹേ ഗൈസ് എന്നുള്ള സാധനം എല്ലായിടത്തും അതുണ്ട്. അതില്ലാണ്ട് എങ്ങനെ? അതൊരു ട്രേഡ് മാർക്ക് സാധനമല്ലേ? അതില്ലാണ്ട് വ്ളോഗ് ഇല്ല. എന്ത് വ്ളോഗ്? ഇപ്പൊ പിന്നെ ക്യാമറ കയ്യിലുള്ള എല്ലാവരും വ്ളോഗേഴ്സ് ആണല്ലോ. അതെ സത്യം. ശിബുദിനം കുറെ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷബ്ന ചേച്ചി ഇപ്പോൾ റൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ളൊരു സാധനം എഴുതുമ്പോഴേ ഉണ്ടായിരുന്നോ, കഴിഞ്ഞപ്പോഴാണോ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? ഇതിൻ്റെ ഒരു എന്താ പറയുക, സ്റ്റോറിനെ പറ്റിയിട്ട് ക്ലാരിറ്റി മാളി സിനിമ എടുക്കുകയാണെങ്കിൽ ഫൗണ്ട് ഫുട്ടേജ് ജോണറിലുള്ള സിനിമയായിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പറയണത്. അല്ലാതെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫൗണ്ട് ഫുട്ടേജ് ജോണറിലേക്ക് ആക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ഫൗണ്ട് ഫുട്ടേജ് ജോണർ അവിടെ തന്നെ നമ്മളത് ക്ലാരിറ്റി വേണം. എന്നിട്ട് പിന്നെ നമുക്ക് വേറെ, അതായത് എഴുതി കഴിഞ്ഞിട്ട് വേറെ ജോണറിലേക്ക് ആക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ തന്നെയായിരുന്നു ഡിസിഷൻ? ഓക്കെ, എൻ്റെ ഡിസിഷൻ അല്ല, ഡയറക്ടറുടെ ഡിസിഷൻ. എല്ലാം അവിടെ നിന്നുള്ള ഡിസിഷൻ ഞാൻ ആളാണല്ലോ ഡയറക്ടർ. അവര് ഫൗണ്ട് ഫുട്ടേജ് സിനിമ ജോണറിലുള്ള സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റിങ്ങിലാണ് ശരിക്കും നമുക്കതിൻ്റെ പണി കൂടുതലും. ഇതിൻ്റെ അതായത് ഡയറക്ടർക്കല്ല എന്നൊക്കെ ഒരു 10-20 ദിവസത്തെ ഇവരുടെ ഫുട്ടേജ് ആയിരിക്കാം. അപ്പൊ അതിൽ കൂടെ ഒരു കഥ പറയാൻ കുറച്ച് പാടല്ലേ, അതിൽ കൂടെ ഒരു കഥ പറയാൻ പാടല്ലേ, ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു, നമ്മളെടുത്ത് ചോദിച്ചാൽ അപ്പോൾ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കില്ലേ, നിങ്ങൾ ഈ ഫുട്ടേജ് നോക്കിയിട്ട് അത് എഴുതി വെച്ചാൽ മതി. അങ്ങനെ അതല്ല, നമ്മൾ ഈ ഫുട്ടേജുകളാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. ഇനി ഇത് കഴിയുമ്പോൾ കുറേ ഇറങ്ങുമായിരിക്കും, കുഞ്ഞു കുറേ. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇനി എല്ലാവരും കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ അങ്ങോട്ട് ഇറക്കുമായിരിക്കും.
അതത്ര എളുപ്പമല്ലാന്നല്ലേ? കുറച്ച് പാടാണ്, അത്ര അധികം വരുമെന്ന് ഡൗട്ട്. പാടാന്ന് ഇവര് പറയും, ഇവര് 3 പേർക്കുമാണ്. പാടല്ലേ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. വിശാഖിൻ്റെ അടുത്തും ഗായത്രിയുടെ അടുത്തും അതാണ്. കാരണം നമ്മൾ നോർമൽ ഒരു ക്യാമറ വെച്ചിട്ട് അഭിനയിക്കണതും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ചലഞ്ചിങ് ഉണ്ടാവും. നിങ്ങൾ ഫേസ് ചെയ്ത് എന്തായിരുന്നു ശരിക്കും? ഒന്നിപ്പോൾ നേരത്തെ സേച്ചോടും പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഫോൺ ഫുട്ടേജ് ഫിലിം ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് സീം ലൈക്ക് ഒരു ഡോക്യുമെന്ററി ഫീൽ വേണമല്ലോ. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴും ഒരിക്കലും അത് ഡയലോഗ് പറയുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ട് പറയാൻ പാടില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ വരണം. പിന്നെ കുറേ സീൻസിൽ ഞങ്ങൾ ക്യാമറ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. ഇപ്പം ഞങ്ങൾ ക്യാമറ ഇപ്പം എൻ്റെ കയ്യിലായിരിക്കും ക്യാമറ ഇട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഗായത്രി കൊടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പം നമ്മളും ക്യാമറ ഓപ്പറേറ്ററും DOPയും ഡയറക്ടറും എല്ലാം തമ്മിൽ ആ ഒരു സിങ്ക് ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, മറ്റേ ക്യാമറ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ നായികയും അത് വിശാഖ ചെയ്തിട്ടുണ്ട്. വിശാഖും ക്യാമറയും അവസാനം ക്യാമറ പോയി അല്ലേ? ക്യാമറ പോയാലും ഒഴുകി പോയി. പ്രൊഡക്ഷൻ നഷ്ടം ഉണ്ടായോ? ചെറുതായിട്ട്. എന്നിട്ട് ക്യാമറ അന്വേഷിച്ചു, പിന്നെ അതിനുവേണ്ടി ആൾക്കാർ വീണ്ടും ഇറങ്ങുന്നു. അങ്ങനെ ഓക്കെ, ഭയങ്കര ചലഞ്ച് ആയിരുന്നു ചേട്ടാ ഇത് ഷൂട്ട്? അല്ല, ഭയങ്കര ചലഞ്ചല്ല, ഇച്ചിരി പാടാണത് ഷൂട്ട് ചെയ്തിറക്കാൻ. ഏത് പുതിയ തരം എന്ത് പരീക്ഷണം നടക്കുമ്പോഴും തീർച്ചയായിട്ടും അതിലൊരു ചലഞ്ച് ത്രില്ലും ഇൻവോൾവ് ആണല്ലോ. അത് രണ്ടും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഈ സിനിമ ചൂസ് ചെയ്യുമ്പോൾ ഇവരിൽ നിന്ന് കുറെ പഠിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. എന്തായിരുന്നു ഈ ഒരു യങ്സ്റ്റേഴ്സ് ഗാങ്ങിൽ നിന്ന് ചേച്ചി ഇവരുടെ സിനിമയെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇതുവരെയുള്ള ഇപ്പൊ ന്യൂജൻ സിനിമ പോലെ പോലും അല്ല. അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും, പ്രത്യേകിച്ച് ഒരു വിശാഖിൻ്റെയും ഗായത്രിയുടെയും ഒക്കെ ഹാർഡ് വർക്ക് ഒന്നും വെറും വാക്കുകളിൽ കൂടി പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ പല സമയത്തും ക്യാമറ റിഗ് ചെയ്യാനുണ്ട്. അത് റിഗ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറേ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. കറക്റ്റായിട്ട് ഫ്രെയിമിൽ ആൾക്കാർ വരണം. റിഗ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സിനിമയിൽ ഇവർ ഷൂട്ട് ചെയ്യുന്ന ഇത്തരത്തിലൊരു ക്യാമറയിൽ എടുക്കുന്നവരെ കാണിക്കുന്നത്, പക്ഷെ നമുക്ക് ഫിലിം ക്യാമറ ഷൂട്ട് ചെയ്യണ്ടേ, സിനിമ ക്യാമറ ഷൂട്ട് ചെയ്യണ്ടേ, അത് അത്ര ഉണ്ടാവും. നല്ല വെയിറ്റ് മനസ്സിലായോ? ഇത് വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കണം. അതല്ലേ ചേട്ടന് വെള്ളത്തിലേക്ക് ചാടി? അല്ല, അത് ഇച്ചിരി പാടാണ്. അത് വെച്ച് തിരിഞ്ഞ് അങ്ങോട്ട് പോകാനോ ഓടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അത്രയും പിന്നെ എല്ലാം. പിന്നെ ഇതെല്ലാം സിംഗിൾ ഷോട്ടാണ്. ഓരോ സീനും സിംഗിൾ ഷോട്ടാണ് ഓരോ സീനും. കാരണം ഇതിൽ ഇങ്ങനെ ഫുട്ടേജിൽ ഫോണിൽ അതായത് ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളാണ് ഓരോ സീനും. അപ്പോൾ അതിൽ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സൂം ചെയ്തും അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തെറ്റിത്തിരുത്തിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ സീനും അത് എത്ര സമയം ഉണ്ടാവും എന്നുള്ളത് ഓരോ സീനും ഓരോ സമയമാണ്. ആക്ഷൻ ആണെങ്കിലും അതെ, ഡ്രമാറ്റിക് സീൻസ് ആണെങ്കിലും അതെ, ഒക്കെ വൺ ടേക്കിൽ പോകണല്ലോ. നല്ല പണിയെടുക്കില്ല. ഇവര് മാത്രമല്ല, ആർട്ടിന്റെ ആൾക്കാർക്കും പണിയെടുക്കണം. മഴ എന്ന് പറയുമ്പോൾ മഴ വേണം, കാറ്റ്, എല്ലാം വീഴുന്ന എല്ലാം വേണ്ടേ സമയത്ത്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും എന്താ വെച്ചാൽ ഒരു ഷോട്ട് ഒരു 2 minutes ആണെങ്കിൽ ഈ 2 minutes ഒരു പ്ലേ ഉണ്ടാവുമല്ലോ, ആ പ്ലേ ആദ്യം മുതലേ വീണ്ടും ചെയ്യേണ്ടി വരും. മറ്റു സിനിമകളിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് ക്ലോസ് ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഓപ്ഷൻ ഇല്ല, എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇതൊക്കെ തന്നെയാണ്. അതായത് അപ്പൊ ഇതെല്ലാം ഇപ്പോൾ കണ്ടിന്യൂറ്റിയും എല്ലാം കറക്റ്റ് ചെയ്യണം. എല്ലാവർക്കും ജോലിയാവും. എഡിറ്റർ ഒരു പണി ഉണ്ടായിരുന്നില്ലേ? അതാ ഇത്രയും മെസ്മറൈസിങ് പ്രോജക്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ചേട്ടന്റെ കുമ്പളങ്ങി നൈറ്റ്സ്, മായാനദി, വൈറസ്. അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെ എഡിറ്റ് ചെയ്ത ചേട്ടൻ സ്വന്തം സിനിമ എഡിറ്റ് ചെയ്യുന്ന എന്തായിരുന്നു അവസ്ഥ? ആദ്യം അവസാനം ഒന്ന് കട്ട് ചെയ്ത് കളയാ, അത്രേ ഉള്ളൂ. നീന്റെ വാലും തലയും മുറിച്ചല്ലോ. എന്നാലും എങ്ങനെയായിരുന്നു ചേട്ടാ മറ്റുള്ള സിനിമകൾ ചെയ്ത് നമ്മുടെ ഓൺ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ? അത് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആക്ച്വലി. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. കാരണം എഡിറ്റ് ചെയ്യാനില്ല. സോ മഞ്ജു ചേച്ചി, ഇപ്പോൾ തമിഴ് സിനിമകളുടെ കാര്യം നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ രജനീകാന്ത് സാറിൻ്റെ കൂടെ സിനിമ വരുന്നുണ്ട്, ജ്ഞാനവേൽ സാറിൻ്റെ കൂടെ ആയിരുന്നു ആ സിനിമ. അപ്പോൾ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? എനിക്ക് ഇപ്പം എല്ലാവരും അത് ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം എല്ലാവരും ആദ്യം രജനീകാന്ത് സാറിൻ്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പൊതുവെ ചോദിക്കുക. എനിക്ക് രജനി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഒരു പടി അതിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് വിടുതലൈ 2 വെട്രിമാരൻ സാറിൻ്റെ കൂടെ. അസുരൻ നല്ലൊരു കഥാപാത്രം തന്നൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അടുത്ത സിനിമയിലേക്ക് വീണ്ടും വിളിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. അത് വിടുതലൈ എന്ന് പറയുന്ന വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ വിജയ് സേതുപതിയാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ വേറൊരു തമിഴ് സിനിമയിൽ ആര്യയുടെ കൂടെയാണ്. അതിൻ്റെ ഡയറക്ടർ ആര്യയും ഗൗതം കാർത്തിക്കും
അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ മനു ആനന്ദ്. അതാണ് തമിഴിൽ, അത് അടുപ്പിച്ച് 3 സിനിമ തമിഴിലായി. വളരെ യാദർശികമായിട്ട് സംഭവിച്ചതാണ്. സംഭവിച്ചു. എല്ലാവർക്കും ഞങ്ങളെ വിട്ട് പോവല്ലേ മഞ്ജു ചേച്ചി? അയ്യോ, എന്നെ പറഞ്ഞേക്കല്ലേ. അയ്യോ പറഞ്ഞേക്കല്ലേ. ഓക്കെ. ഇല്ല, അത് യാദർശികമായിട്ട് സംഭവിച്ചതാണ്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഫുട്ടേജാണ് ആയിഷയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ റിലീസാവുന്ന സിനിമ. ഇവിടെ തമിഴ് കഥ പറയുമ്പോൾ ഇവിടെ കുറെ ഹിന്ദി കഥ പറയാനുണ്ടാവുമായിരിക്കും. പാൻ ഇന്ത്യൻ അതാ വലിയ വലിയ ഇപ്പൊ കങ്കണയുടെ കൂടെ വരാൻ പോകുന്നു, വലിയ വലിയ ടീംസിന്റെ കൂടെ ഒക്കെ അങ്ങോട്ട് പോവാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ വന്ന പറയുന്നത് വിശാഖിനെ കാണുമ്പോൾ എനിക്ക് ആ കുപ്പിയാണ് ഓർമ്മ വരിക. കാരണം എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു ക്യാരക്ടർ അങ്ങ് കയറി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ച് വേറൊരു ജോണർ ഓഫ് കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. അത് മനഃപൂർവ്വം ചൂസ് ചെയ്യുന്നതാണോ? ആണ്. അല്ല, മറ്റേ കുപ്പി എന്ന് പറയുന്ന സാധനം ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യത്തെ പടത്തിൽ കങ്കണയുടെ കൂടെ ഉള്ളത് ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ഇത് നമുക്ക് വരുന്നില്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാലം മാറിയപ്പോൾ എനിക്കും പ്രായമായി. ഇപ്പോൾ കോളേജ് കുമാരനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങി. വയസ്സായി, വീടിനും വയസ്സായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറി വരുന്നതാണ്. പക്ഷേ ദാറ്റ്സ് ഓൾസോ ഒരു ബ്ലെസ്സിങ്. അങ്ങനത്തെ ഒരു വേറെ ജോണേഴ്സിൽ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് എമർജൻസിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതും വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, ഇത് ഒരു ശരിക്കുള്ള ഒരാളെ പ്ലേ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ഇമേജ് പതുക്കെ അതിരിക്കട്ടെ, എന്നാലും ഇതും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കണമല്ലോ. ഇടയ്ക്ക് കുപ്പിയായിട്ടൊക്കെ വരിക, ഇടയ്ക്കൊക്കെ. ഓക്കെ. ഗായത്രി ഇടക്കിടക്ക് വരുന്നുണ്ടോ? കുപ്പിയായിട്ട് വരുന്നുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗായത്രി, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു റൊമാൻസ്, പിന്നെ ഒരു ത്രില്ലർ, പിന്നെ ഒരു സസ്പെൻസ്, പല ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻസിലൂടെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നോ ചെയ്യുന്ന ടൈമിൽ? ഏതാ ഇമോഷൻസ് ആക്ച്വലി നമുക്ക് കുറച്ച് റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്തും അത് സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സിലൊക്കെ ഇവർ നല്ല ഐഡിയ തന്നു എന്താണ് സംഭവം. പക്ഷെ എന്നാലും ഞാൻ മൂവി എനിക്ക് സ്ക്രിപ്റ്റ് വരുന്നതിന് മുന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഫൗണ്ട് ഫുട്ടേജ് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പാരനോർമൽ ആക്ടിവിറ്റീസ് മാത്രമേ അങ്ങനെ മൂവി ആയിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം എവറി ഡേ എല്ലാ ദിവസവും ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും നല്ല ബുദ്ധിമുട്ടായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ മിസ് ചെയ്ത്, ഇപ്പോൾ ഒരു കാറ്റ് വരുന്നതാവട്ടെ, അത് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്താൽ പോലും ഫ്രം ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിൻ്റെ എനർജി കീപ്പപ്പ് ചെയ്യണം. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ബിഗ്, ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഗുഡ് തിങ്സ് ഇൻ എ ഗുഡ് വേ. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രേക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഐ തിങ്ക് മൈ ടീം വാസ് സോ സ്ട്രോങ്. അതുകൊണ്ട് ഐ വാസ് ഇൻ എ സേഫ് പ്ലേസ്, നല്ല സേഫ് പ്ലേസിലായിരുന്നു. എനിക്ക് ഇടയ്ക്കൊക്കെ ആദ്യത്തെ ഒരു 1 വീക്കിലൊക്കെ ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെക്കൊണ്ട് പറ്റും തോന്നില്ല എന്നൊക്കെ വരെ എനിക്ക് ഫീൽ ചെയ്തിട്ട് മെൻ്റലിയൊക്കെ. അപ്പോൾ ഷെബുവാണ് എന്നെ മറ്റേ ബൂസ്റ്റപ്പ് ചെയ്തില്ല ഗായത്രി. നമ്മൾ ഒരുപാട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വന്ന. ഓൾറെഡി ചതിക്കരുത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഷൂട്ട് തുടങ്ങി നീട്ടിട്ട് പോവല്ലേ. ഭയങ്കര ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്കത് കൂട്ടത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ് കുറവ് എനിക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രെയിനായി. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് ടൈം എടുത്തു എനിക്ക് ആക്ച്വലി പ്രോപ്പർലി എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നു. പിന്നെ നല്ല രീതിയിലൊരു ടീം ഉള്ളത് കൊണ്ട് ഐ തിങ്ക് ഐ വാസ് എ വെരി സേഫ് പ്ലേസ്. പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ഞാൻ ആസ് എൻ ആക്ടർ. മഞ്ജു ചേച്ചി ട്രെയിലറിൽ ഇങ്ങനെ നിൽക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ല, ഞാനിങ്ങനെ മഞ്ജു ചേച്ചി എപ്പോൾ വരുന്ന ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് മഞ്ജു ചേച്ചി സൈഡിൽ ഇങ്ങനെ ഒരു നിപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ചേച്ചിക്ക് ഭയങ്കര ചലഞ്ച്. ചേച്ചിനെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ടോ? ഇതിൽ എല്ലാവർക്കും ചേച്ചി എങ്ങനെയാണെന്നറിയോ? ചേച്ചി ഞാൻ എല്ലാ പണിയും ചെയ്യും സാർ. ഓ ചേച്ചി അത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ചേച്ചി. അതുകൊണ്ട് ചേച്ചിക്ക് അത് പണിയായിട്ട് ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഷോർട്ടൊക്കെ കഴിയുന്നത് എനിക്ക് അതച്ച് ഓക്കെയോ അല്ലേ? അത്രയൊക്കെ അതപ്പോടെ എനിക്ക് വന്ന് ഒരു പടത്തിലും അതാ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊറേ ടേക്ക് പോയോ? ഓക്കെ ആണോ? എന്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് സൈജു പലതും ഓക്കെ. എന്നാലും അങ്ങനെ സൈജുവിനും ഓക്കെ ആവാതെ ഓക്കെ പറഞ്ഞു. അങ്ങനെ വളരെ ഫിസിക്കലി സ്ട്രെയിൻ എടുക്കേണ്ടി വന്ന ഒരുപാട് ഷോട്ടുകൾ പലതവണ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ട്രെയിലർ അതൊന്നും സ്മാർട്ട്ലി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എഡിറ്റർ സൈജേട്ടൻ തന്നെയാണല്ലോ. ആരാ ചേട്ടാ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഈ കൂട്ടത്തില്? ഇത് എല്ലാവരും ഞാൻ തന്നെ. എല്ലാവരും ഉണ്ട്. എല്ലാവരും.
അങ്ങനെ ഒരാൾ ആരും മോശമല്ല. ആരും മോശം. ആരും മോശമല്ല. എല്ലാവരും കുറ്റം. ഓക്കെ, മഞ്ജു ചേച്ചി, ചേച്ചി മിസ് ചെയ്യുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉണ്ടോ? മുന്നേ ചെയ്ത് വന്നതിൽ നിന്ന് ഇപ്പോൾ ചേച്ചി മിസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ? ഒരെണ്ണം ഇതാ പറഞ്ഞു. അല്ല, ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. പലതരത്തിലുള്ള ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിന് അതിൻ്റെ കുറച്ച് ബോക്സുകളെങ്കിലും ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇല്ലാത്തത് ലവ് സ്റ്റോറിയൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയൊക്കെ അങ്ങനത്തെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് തന്നെയാണ്, നെഗറ്റീവ് ആണെങ്കിലും നല്ല കഥാപാത്രം. ഇപ്പോൾ ഒരാൾ ഇന്ന കഥാപാത്രമേ ചെയ്യാൻ, അങ്ങനെയുള്ള ഇതൊക്കെ മാറി തുടങ്ങി. അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ ലിമിറ്റേഷൻസും ഒക്കെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തരം പരീക്ഷണങ്ങൾക്കും സ്കോപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള കൂടുതലും അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സ്വപ്ന ചേച്ചി, ഇപ്പോൾ വാങ്കിലെ സ്ക്രീൻ പ്ലേ ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സിനിമ എഴുതുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കരുത്. നമുക്ക് ബുദ്ധിമുട്ടുള്ളതിനാണല്ലോ ഡയറക്ടർ കൂടെ ഉള്ളത്. അപ്പോൾ അതിപ്പോൾ എങ്ങനെ പറയാം, ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞല്ലോ, ഓരോ പണി ചെയ്യുമ്പോഴും ഇപ്പോൾ സംവിധാനമാണെങ്കിലും എഴുത്താണെങ്കിലും അഭിനയിക്കാണെങ്കിലും എല്ലാത്തിനും ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ കുറേ നേരം ആലോചിക്കും, വർക്കാണോ നോക്കും, ചിലപ്പോൾ വർക്കല്ലാന്ന് തോന്നും, നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെയൊക്കെ തന്നെ. ഇതിനകത്ത് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇപ്പം വിശാഖൻ്റെ ക്യാരക്ടർ ഒരാളിനെ ഫോളോ ചെയ്യാന്ന് വിചാരിക്കും. ഫോളോ ചെയ്ത് പോകുന്ന വേറൊരു സിനിമയിൽ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ എടുക്കാം, വേറെ ഒരു ക്യാമറയിൽ എടുക്കും. വിശാഖിൻ്റെ നേരത്തെ എക്സ്പ്രഷൻ, അയാളുടെ വികാരം എന്താണ്, ഇമോഷൻ എന്താണെന്ന് വേറൊരു ഷോട്ടിലുണ്ടാവും. നമുക്കതില്ല. അപ്പോൾ അതെങ്ങനെ കാണിക്കും? ഇപ്പോൾ ഒരാളിനെ ഫോളോ ചെയ്യണം, അപ്പം വിശാഖ് എന്ത് ചെയ്യുക, എങ്ങനെ അറിയും? അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ ഇപ്പം സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സിനിമയും ഞാനും ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഞാനും ഫൗണ്ട് ഫുട്ടേജ്, ഞാനും അപ്പോഴാണ് കേൾക്കുന്നത്. ഫൗണ്ട് ഫുട്ടേജ് എന്നാ അറിയില്ല എന്ന് പറയാനും ചെറിയ, ഞാനിപ്പോൾ വരാമെന്നൊക്കെ ഗൂഗിളൊക്കെ ചെയ്ത് പിന്നെ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓ ഇതാണ് പരിപാടി എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ സ്ഥിരമായി നമുക്ക് സാധാരണ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ പോലെ പല പല നോൺ ലീനിയർ ആയിരിക്കും എന്തായാലും. ഇപ്പം നോൺ ലീനിയർ ആയിട്ട് നമുക്ക് സാധാരണ സിനിമയും ചെയ്യാം, പക്ഷേ ഇതിൻ്റെ നമുക്ക് സാധാരണ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെയല്ല ഇത് എഴുതുന്നത്. അതായത് ഒരു സ്റ്റോറി തന്നെ പറഞ്ഞു പോകുമ്പം അത് ഇവരുടെ ക്യാമറയിലും കൂടെ കിട്ടിയല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം അവരുടെ ക്യാമറ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചലഞ്ച് ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് പക്ഷേ എന്തെങ്കിലും ശരിയില്ലാത്തൊക്കെ എഴുതിയാൽ ഞാൻ അതൊക്കെ അവർ ക്യാമറയിൽ ഇല്ല അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു. നമ്മളുടെ ഒരു അത് ക്യാമറയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ അതവർ ഷൂട്ട് ചെയ്തിട്ടില്ല, എല്ലാം ഷൂട്ട് ചെയ്യില്ല ഒരു മനുഷ്യൻ. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതൊക്കെ കണ്ടുപിടിച്ചത് ചേട്ടൻ. നിങ്ങൾ അങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോയപ്പോഴാണോ മഞ്ജു ചേച്ചിയെ കിട്ടിയത്? ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ. ഇതാണോ അതായിരിക്കും തംബ്നെയിൽ, അതായിരിക്കും. അതിപ്പോ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ചേച്ചി പറഞ്ഞു ഫിസിക്കലി മെന്റലി മാത്രമല്ല ഫിസിക്കലി ഉണ്ടായിരുന്നു എന്ന്. ഫിസിക്കലി എന്തൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ? ആക്ച്വലി ഇവർക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിശാഖനാണെങ്കിലും കൈയും കാലും ഒക്കെ മുറിവും അതൊക്കെ കാട്ടിൽ കുറെ ഷൂട്ട് ചെയ്തു. ട്രെയിലറിൽ അങ്ങനെ കുറെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടില്ല, പക്ഷെ കുറെ ആക്ഷൻ സീക്വൻസസും അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഉണ്ട് പടത്തില്. അതൊക്കെ ഫിസിക്കലി മറ്റേ കയ്യിൽ കുറച്ച് നേരം കെട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു, മറ്റേ കൈ ഇങ്ങനെ മടങ്ങി ഇത് ഇവിടെ വന്ന് തൊട്ടു ഒരു ആക്ഷൻ സീക്വൻസിന്റെ ഇടയിൽ. അപ്പോൾ പക്ഷെ ശരിക്കും നമുക്കിടയിൽ ഒരു മേജർ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ നമുക്കതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറുതെന്നല്ല വലിയ ആക്സിഡൻസ് നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ ആളെ വിളിക്കാം. അതെ, പറഞ്ഞു കൊടുക്കാതെ കൊടുക്കില്ല ഞാൻ. കൈയടിച്ച മഞ്ജുചേച്ചിയൊക്കെ എല്ലാവരും കൂടെ വെൽക്കം ചെയ്തു. ഞാനിങ്ങനെ ഇപ്പൊ ഓക്കെ ആയോ? കംപ്ലീറ്റ്ലി ഓക്കെ ആയോ? സ്റ്റിൽ റിക്കവറിങ് ഫേസിലാണ്. ആണ്. ഓക്കെ, ഇത് ഒരു വർഷത്തോളമായി. 1 year ആണ്. അപ്പൊ ഭയങ്കര ഗംഭീരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ പറ്റിയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ഫസ്റ്റ് മൂവിയാണോ? എന്നുവെച്ചാൽ ഇത്രയും ഒരു എക്സ്റ്റെൻസീവ് ക്യാരക്ടർ ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. അല്ലാതെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ശീതൾ തമ്പി.
ശീതൽ തമ്പി. ഓക്കെ, എന്താ പറ്റിയ ചേച്ചി? ഡേഞ്ചറസ് സീക്വൻസസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റിലാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. കാല് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയി അല്ലേ? കാല് പൈലോൺ ഫ്രാക്ചർ എന്നാണ് പറയുക. അപ്പോൾ ആങ്കിളിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് ക്രഷ്ഡ് ആയിപ്പോയി. എല്ലാവരും ഷോക്കായി. അയ്യോ നമ്മളത് ടേക്സ് പോകുമ്പം ഏതോ ഒരു ടേക്കിൽ, എനിക്ക് ലാസ്റ്റ് ടേക്കായിരുന്നു അത്. ആ ലാസ്റ്റ് ടേക്കിൽ ആകെ പെട്ടെന്നൊരു ബഹളം കേട്ടു, ഇങ്ങനെ ഒച്ചയായിട്ടും ഞാൻ എന്ത് പറ്റി, ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു, എന്ത് പറ്റിയെന്ന് അപ്പോഴാണ് അറിയുന്നത് ഷീ ഫെൽ ആൻഡ് കാലിലേക്ക് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത്. എനിക്ക് ഞാൻ അറിയണോ വാട്ട്, നമ്മളെല്ലാവരും വെള്ളത്തിലോട്ടാണ് ഒരുമിച്ച് സീൻ ചെയ്തത്. വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സീനാണ്. അപ്പം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കാരണം ലൈക്ക് നമുക്ക് ആക്ച്വലി നമ്മൾ മുങ്ങുമല്ലോ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല എന്താ പറ്റിയ, എന്തോ ഒരു സംതിങ് ഹാപ്പൻഡ് മനസ്സിലായി. അപ്പോൾ കാല് പൊക്കിയപ്പോഴാണ് എല്ലാവരും കാല് കണ്ടത്. അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞൊരു സൈഡിലോട്ട് ഇരിക്കുമായിരുന്നു. താങ്ക് ഗോഡ്, എന്തായാലും റിക്കവർ ആയി വന്നല്ലോ. അപ്പോൾ എങ്ങനെയാ, ഡയറക്ടറൊക്കെ വിളിച്ച് അന്വേഷിച്ചോ എങ്ങനെയുണ്ടെന്നൊക്കെ? അല്ല, നമ്മുടെ ശീതളിന് ശല്യമായിരുന്നു ഞങ്ങളെ കൊണ്ട്. ഒന്ന് വെക്കോ, മനുഷ്യർ കാലൊടിഞ്ഞാലും സമാധാനം തരുന്നു. മാറിയോ കുറഞ്ഞോ എല്ലാം ഷീതലിൻ്റെ ഡെഡിക്കേഷൻ വേറെ ലെവൽ തന്നെയായിരുന്നു. കാരണം ഇതിൽ മറ്റേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഷീതൽ ചില സീൻസിലൊക്കെ അവിടെ മറ്റേ ഇടി കൊണ്ട് നമ്മൾ ബോധം കിട്ടി വീഴുമല്ലോ. ഒന്ന് വീണാൽ പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 4 മിനിറ്റിൻ്റെ ഒരു ടേക്ക് ആണെങ്കിൽ 4 മിനിറ്റ് അവിടെ കിടക്കണമല്ലോ. ഇതും കാട്ടിൽ മറ്റേ ചെളിയിലൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാന്നൊക്കെ ഫസ്റ്റ് ആയിട്ട് തട്ടി വിളിച്ചാൽ ആളവിടെ കിടക്കുകയാണ്. ഞാൻ ക്യാരക്ടറിലാണ്, എനിക്ക് എനിക്കാൻ പറ്റും. അത് വെറുതെ അല്ല, ചിമ്മിനി അട്ട പാമ്പ് എല്ലാ പാമ്പ് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെയും ഷൂട്ട് ചെയ്തോ. ഞങ്ങൾക്ക് അവിടെ ഒരു സ്നേക്സിനെയൊക്കെ പിടിക്കാൻ ഒരു ചേട്ടനുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിങ്ങനെ ഇടയ്ക്ക് തട്ടിയിട്ടൊക്കെ പോവും. അപ്പോൾ എനിക്ക് പാമ്പിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ പാമ്പ്? അത് സാരമില്ല മോളെ, അതുവഴിയൊക്കെ അങ്ങ് വന്ന് പൊക്കോളും. അപ്പോൾ ഇതിൽ ശരിക്കും ക്യാമറ ഈസ് മോർ ലൈക്ക് ഒരു ക്യാരക്ടർ. ഓക്കെ, ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം കട്ട് വിളിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ കിടക്കും. അപ്പോൾ സൈജു ബ്രോ വന്നിട്ട് എടോ എണീക്കടോ. ഞാൻ പിന്നെ സൈജു ബ്രോ ഞാൻ വല്ല മലമ്പാമ്പാന്ന് പുള്ളി ഞാനിവിടെ തന്നെ എന്തായാലും ഞാനിവിടെ തന്നെ കിടക്കണം, ഞാനിവിടെ തന്നെ കിടന്നോളാം. പ്രിറ്റി മച്ച് ഞാനിങ്ങനെ അനന്തശയനത്തിലായിരുന്നു. എൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, സൂം ഒക്കെ ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത്, കാലൊക്കെ ആട്ടി. അപ്പൊ അവരിങ്ങനെ തപ്പുക, ലൈക്ക് എവറിത്തിങ് ഓക്കെ. മൈൻഡ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളും പാമ്പും ഒക്കെ ഫ്രണ്ട്സായി. ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോയി. സൈജുവിനും പാമ്പിനൊക്കെ നിസ്സാരം പോലെ എടുത്തു കളയായിരുന്നോ? അയ്യോ അല്ല, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. ചേച്ചി ഇപ്പൊ ഈ കാട്ടിലൊക്കെ ആകുമ്പോ ഭയങ്കര അഡ്വഞ്ചറസ് ഷൂട്ടൊക്കെ ആയിരിക്കുമല്ലോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ ചേച്ചി? അങ്ങോട്ട് ഷൂട്ടിന് ലൊക്കേഷനിൽ ബൈക്കൊക്കെ കൊണ്ടുപോയിരുന്നു ഞാൻ. ആണോ? അതല്ലേ ചോദിച്ചേ? അതന്നെയാ, ബൈക്കൊക്കെ ആയിട്ടാണ് പോയത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഓടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചേച്ചി പിന്നെ അത് പിന്നെ സ്വാഭാവികം. ആർക്കേലും കൊടുത്തോ ഓടിക്കാൻ? ഇല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അല്ലെ എന്റെ ബൈക്ക് ഞാൻ ആർക്കും തരില്ലെന്നാണ്. ആ ബൈക്ക് മഞ്ജു ചേച്ചി എങ്ങനെയാ പിടിക്കണേന്ന് തന്നെ നമുക്ക് അത്ഭുതം. പക്ഷേ ഷീ മനുവേഴ്സ് ഇറ്റ് വെരി ഗുഡ്. അല്ല, ഇടയ്ക്ക് മിസ്സിംഗ് ആവും, പോയി ഇപ്പോഴും ഇഷ്ടംപോലെ വീഴുകയൊക്കെ ചെയ്യും. പക്ഷെ അതങ്ങനെ, കാരണം ചെരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് അത്രയും വെയിറ്റ് ഉള്ളതായതുകൊണ്ട്. അപ്പൊ വീഴുക എന്നിട്ട് പിടിച്ച് പൊക്കാന്നേ ഉള്ളൂ. ചരിഞ്ഞ എന്തായാലും വീഴും, പിന്നെ വീണിട്ട് ഇരിക്കാം. അപകടം പരിക്ക് പറ്റാതെ ചാടി മാറാൻ പഠിച്ചോ, അതേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. നമ്മൾ പടത്തിലും ആദ്യം പഠിച്ചതല്ലേ എങ്ങനെ വീഴാം സേഫ് ആയിട്ട്. ഒരു വർക്ക്ഷോപ്പ് പോലെ ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ സീക്വൻസസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ ആദ്യം പഠിപ്പിച്ചത് അതായിരുന്നു, മേല് നോവാതെ എങ്ങനെ ഉരുണ്ട് വീഴാം എന്നുള്ളത്. അത് നല്ല സോഫ്റ്റ് ഫ്ലോറിൽ പഠിപ്പിച്ചു എങ്ങനെ നോവാണ്ട് വീഴാം. പക്ഷെ അവിടെ പോയിട്ട് എന്നിട്ട് അവിടെ മറ്റേ കല്ലേലൊക്കെ കൊണ്ടിട്ട് ഉരുട്ടിയെടുത്തു. ചേച്ചിക്ക് ഇതൊക്കെ നിസ്സാരമാണ്. എന്നെക്കാട്ടിലും കൂടുതൽ ഇവർക്കും, ഇവരെ ഒട്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്രയും ഫിസിക്കലി കഷ്ടപ്പാട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ട്, പക്ഷെ ഇവർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. എന്തായാലും അതിൻ്റെ എൻഡ് റിസൾട്ട് വരാൻ പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സാണ്. മഞ്ജുചേച്ചിയെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം വിചാരിച്ചതാ. ഫുഡ് അണ്ടർ സാബു ചേട്ടനായിട്ട് അയ്യോ ചേട്ടാ
ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടും. അപ്പം നിങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ മഞ്ജു ചേച്ചിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം? ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്, മീനാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ കരിമീൻ ചേച്ചി കഴിക്കില്ല, അത് എന്താണെന്ന് അറിയില്ല. ഒന്നുമില്ല, അതിന്റെ മുള്ള് എപ്പോഴും എപ്പോൾ കരിമീൻ കഴിക്കുമ്പോഴും ഇവിടെയൊക്കെ നഖത്തിന്റെ ഇടയിൽ കുത്തി കയറും. അപ്പൊ അത് കാരണം ഞാൻ കഷ്ടപ്പാട് കാരണം കരിമീൻ ഞാൻ മാറ്റി വെച്ചേക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞിങ്ങനെ നമ്മൾ ഇപ്പം പലരും എന്താ പറയുക ഓർഡർ ചെയ്ത് വരിക എന്നുള്ളതാണ് ചെയ്യുക. ചേച്ചി പോയി കഴിക്കുന്ന അത് പോയി തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ ചേച്ചി പബ്ലിക്കിലോട്ടൊക്കെ ഇറങ്ങി അത് പോയി കഴിക്കുക? കഴിഞ്ഞ ദിവസം നമ്മളൊരു സിമ്പിൾ ഒരു ചേച്ചിയുടെ കടയിൽ പോയി ഊണ് കഴിച്ചായിരുന്നു. ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യും. അത് സുഖമല്ലേ, അത് അവരുണ്ടാക്കി തരുമ്പോൾ ചൂടോടെ അവിടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെ എവിടെ ചെല്ലുമ്പോഴും അങ്ങനെ ഇവിടെ ശല്യം എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ലല്ലോ. സ്നേഹത്തോടെ വരും, സംസാരിക്കും, ഫോട്ടോ എടുക്കും. അത് ഭാഗ്യമല്ലേ, അത് നല്ലതല്ലേ അത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടീമിന് എല്ലാവർക്കും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ എന്താണ് ഗൈസ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഞാനൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് അറിയിക്കാമെന്ന്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ അടിപൊളിയാവട്ടെ. ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ എൻഡ് റിസൾട്ട്. താങ്ക് യു പാർവതി.